നമസ്കാരം. നെക്സ്റ്റ് ടിവി വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആധുനിക രീതിയിൽ നിർമ്മിക്കുന്ന കാട്ടകാമ്പൽ ഗ്രാമപഞ്ചായത്തിലെ സ്രായിൽ റോഡിന്റെ നിർമ്മാണോദ്ഘാടനം മന്ത്രി AC മൊയ്തീൻ നിർവഹിച്ചു. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പഴഞ്ഞി വില്ലേജ് കൺവെൻഷൻ നടത്തി. പാറയമ്പാടം മരത്തങ്കോട് റോഡിന്റെ നിർമ്മാണോദ്ഘാടനം നടന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി CPMന്റെ നേതൃത്വത്തിൽ കാട്ടകാമ്പാലിൽ ശില്പശാല. കടവല്ലൂർ പഞ്ചായത്തിലെ കോടത്തുംകുണ്ട് ഒറ്റപ്പിലാവ് റോഡിന്റെ നിർമ്മാണോദ്ഘാടനം നടന്നു. ജന്മന വൈകല്യമുള്ള 14-കാരിയെ സഹായിക്കാൻ കുന്നംകുളം ചൈതന്യ സ്പെഷ്യൽ സ്കൂൾ ഫാമിലി വാട്സ്ആപ്പ് കൂട്ടായ്മയിലൂടെ ഒരു ദിവസം കൊണ്ട് സമാഹരിച്ചത് 75,000 രൂപ. പ്രകൃതി സംരക്ഷണ സംഘം തൃശൂർ ജില്ലാ ഘടകത്തിന്റെ 10ാം വാർഷികവും പ്രവർത്തനോദ്ഘാടനവും നടന്നു. പെട്രോൾ ഡീസൽ വില വർധനവിനെതിരെ ജില്ലാ ഓട്ടോറിക്ഷ മസ്ദൂർ സംഘം കുന്നംകുളം നഗരസഭയിലേക്ക് പ്രകടനവും ധർണയും നടത്തി. വാർത്തകൾ വിശദമായി. ആധുനിക രീതിയിൽ നിർമ്മിക്കുന്ന കാട്ടകാമ്പൽ ഗ്രാമപഞ്ചായത്തിലെ സ്രായിൽ റോഡിന്റെ നിർമ്മാണോദ്ഘാടനം മന്ത്രി AC മൊയ്തീൻ നിർവഹിച്ചു. റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കുന്ന കാട്ടകാമ്പൽ ഗ്രാമപഞ്ചായത്തിലെ സ്രായിൽ റോഡിന്റെ നിർമ്മാണോദ്ഘാടനം നടന്നു. കാട്ടകാമ്പൽ YMCA ഹാളിൽ നടന്ന പരിപാടി മന്ത്രി AC മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. കാട്ടകാമ്പൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ES രേഷ്മ അധ്യക്ഷയായി. 75 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ആധുനിക രീതിയിൽ റോഡ് നവീകരിക്കുന്നത്. റോഡ് നവീകരിക്കുന്നതോടെ തൃശൂർ ജില്ലയിൽ നിന്നും മലപ്പുറം ജില്ലയിലേക്ക് പ്രവേശിക്കുന്നതിന് വളരെ എളുപ്പമാണ്. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നാൻസി വില്യംസ് മുഖ്യ അതിഥിയായി. വാർഡ് അംഗം ഷിജ സുഗതൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PA യദുകൃഷ്ണ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് CK സദാനന്ദൻ, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ TS മണികണ്ഠൻ, NK ഹരിദാസൻ, ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ മിന്റോ റെനി, ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ബബിത ഷാജൻ, LSGD അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ APCB എന്നിവർ സംസാരിച്ചു. നല്ല നിലവാരം ഉണ്ടാകണമെങ്കിൽ റോഡിനതിനാവശ്യമായ വീതി സൗകര്യം ഉണ്ടാവണം. അത് നാടൊക്കെ സഹകരിച്ചുണ്ടാവും എന്നാണ് എൻ്റെ പ്രതീക്ഷ. വർക്ക് ചെയ്യാൻ തയ്യാർ. താന പണിയണമെങ്കിൽ ഇപ്പോൾ ചെയ്തിട്ടുള്ളത് ഐറിഷ് ഡ്രൈനേജാണ് അല്ലേ? അത് വീതി കുറവായതുകൊണ്ടാണ് അങ്ങനെ ചെയ്യണത്. ഉള്ള വീതിയിൽ ചെയ്യാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ ഭാവിയിൽ ടൂറിസം സാധ്യതകളൊക്കെ പ്രയോജനപ്പെടണമെങ്കിൽ അത്യാവശ്യം എല്ലാവരും കുറച്ച് സ്ഥലമൊക്കെ തന്നാൽ നമുക്ക് കാന കൂടി ഭാവിയിൽ പണി തീർക്കാം. ഇപ്പോൾ ഉള്ള സൗകര്യത്തിനാണ് പണിയുന്നത് വീതിയുള്ളതിന്റെ അടിസ്ഥാനത്തിൽ. അപ്പുറത്തേക്ക് കുറെ കൂടി വീതിയൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇവിടേക്ക് അതില്ല എന്നുള്ളത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പഴഞ്ഞി വില്ലേജ് കൺവെൻഷൻ നടത്തി. പഴഞ്ഞി മഹാൻ ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷൻ മഹിളാ അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി അംഗവും കുന്നംകുളം മുനിസിപ്പൽ ചെയർപേഴ്സണുമായ സീതാ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മഹിളാ അസോസിയേഷൻ പ്രസിഡന്റായ തങ്കമണി സിദ്ധാർത്ഥൻ അധ്യക്ഷത വഹിച്ചു. വില്ലേജ് സെക്രട്ടറി PK കൌസല്യ സ്വാഗതം പറഞ്ഞു. മഹിളാ അസോസിയേഷൻ കുന്നംകുളം ഏരിയ സെക്രട്ടറിയും ജില്ലാ മെമ്പറുമായ പത്മം വേണുഗോപാൽ, CPM പഴഞ്ഞി മേഖലാ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ബാബു പുലിക്കോട്ടിൽ, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം N ഹരിദാസൻ, CPM കാട്ടകാമ്പ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി TC ചെറിയാൻ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. തുടർന്ന് അംഗങ്ങളുടെ നേതൃത്വത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച വനിതാ മെമ്പർമാരെ ആദരിച്ചു. മഹിളാ അസോസിയേഷൻ അംഗം ശൈലജ അരുൺദാസ് യോഗത്തിന് നന്ദി അറിയിച്ചു. അതുപോലെ തന്നെ സുഭിക്ഷ കേരളം എന്ന പദ്ധതിയിലൂടെ നമുക്കൊരു കോവിഡ് എന്ന മഹാമാരി വന്നപ്പോൾ വിദേശ രാജ്യങ്ങളിൽ നിന്നും അതുപോലെ മറ്റ് പല ജോലികളിലും ഏർപ്പെട്ടിരുന്ന പലരും ജോലിയില്ലാത്ത അവസ്ഥയിലേക്ക് മാറി. അവർക്കെല്ലാം തൊഴിൽ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വിവിധ സംരംഭങ്ങൾ, അവർക്ക് ക്ഷേമ അല്ലെങ്കിൽ ക്ഷേമ പെൻഷൻ, അല്ലെങ്കിൽ അവർക്ക് മറ്റെന്തെങ്കിലും തൊഴിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം, കൃഷിയിലേക്ക് ഇറങ്ങാൻ താല്പര്യമുള്ളവർക്ക് കൃഷി ഇറക്കാനുള്ള സംവിധാനം. പാറയമ്പാടം മരത്തങ്കോട് റോഡിന്റെ നിർമ്മാണോദ്ഘാടനം നടന്നു.
റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 2 കോടി ചെലവിട്ട് ആധുനിക രീതിയിൽ നവീകരിക്കുന്ന പാറയമ്പാടം മരത്തങ്കോട് റോഡിന്റെ നിർമ്മാണം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി AC മൊയ്തീൻ നിർവഹിച്ചു. പോർക്കുളം കടങ്ങോട് പഞ്ചായത്തുകളിലായി 4 കിലോമീറ്റർ റോഡാണ് ആധുനിക രീതിയിൽ നവീകരിക്കുന്നത്. അഗതിയൂർ സെന്ററിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ പോർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് K. രാമകൃഷ്ണൻ അധ്യക്ഷനായി. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ APCP പദ്ധതി വിശദീകരിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം പത്മ വേണുഗോപാൽ, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ്, പോർക്കുളം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിഷ ശശി, കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ, കലാമണ്ഡലം നിർവാഹക സമിതി അംഗം TK വാസു എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. വളരെ പ്രയാസമേറിയ സാഹചര്യത്തിലൂടെയാണ് കടന്നുപോയതെന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ ഒരു മേഖലയിലും നമുക്ക് പ്രയാസങ്ങൾ ഉണ്ടായിട്ടില്ല. സാമ്പത്തിക പ്രയാസം അനുഭവിക്കാതെ മുന്നോട്ട് പോകാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കോവിഡ് എന്ന മഹാമാരി ഉണ്ടായപ്പോൾ ഒരാളും പട്ടിണി കിടക്കരുതെന്ന് തീരുമാനിച്ച ഇന്ത്യയിലെ ഒരേ ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം. എല്ലാവർക്കും റേഷൻ ഉണ്ടായി, എല്ലാവർക്കും കിറ്റ് വീടുകളിലേക്ക് കിട്ടുക. ഇത് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ മാത്രമല്ല, ഏത് പ്രതിസന്ധി ഘട്ടങ്ങൾ ഉണ്ടായാലും ജനങ്ങളോടൊപ്പം നിൽക്കാൻ സർക്കാർ തയ്യാറായിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി CPM-ന്റെ നേതൃത്വത്തിൽ കാട്ടകാമ്പാലിൽ ശില്പശാല. CPIM തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം TK വാസു ശില്പശാല ഉദ്ഘാടനം ചെയ്തുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നടത്തേണ്ട മുന്നൊരുക്കങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു. കുന്നംകുളം ഏരിയ കമ്മിറ്റി അംഗം NK ഹരിദാസൻ അധ്യക്ഷനായി. CPIM പഴഞ്ഞി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ബാബു പുലിക്കോട്ടിൽ സ്വാഗതവും കാട്ടകാമ്പാൽ ലോക്കൽ സെക്രട്ടറി TC ചെറിയാൻ, കർഷക സംഘം നേതാവ് കൊച്ചനിയൻ എന്നിവർ യോഗത്തിന് അഭിവാദ്യം അർപ്പിച്ച് സംസാരിക്കുകയും ചെയ്തു. കടവല്ലൂർ പഞ്ചായത്തിലെ കോടത്തുംകുണ്ട് ഒറ്റപ്പിലാവ് റോഡിന്റെ നിർമ്മാണോദ്ഘാടനം നടന്നു. റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് 1 കോടി രൂപ ചെലവഴിച്ചാണ് 1428 മീറ്റർ നീളമുള്ള റോഡ് നിർമ്മിക്കുന്നത്. കൊരട്ടിക്കര അമ്പല പരിസരത്ത് വെച്ച് നടന്ന ചടങ്ങിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി AC മൊയ്തീൻ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. നിലവിൽ റോഡ് പല സ്ഥലത്തും വീതി കുറവാണ്. പൊതുജനങ്ങൾ സഹകരിക്കുകയാണെങ്കിൽ പലയിടങ്ങളിലും വീതി കൂട്ടി റോഡിന്റെ വിപുലീകരണ പ്രവർത്തനം നടത്താൻ സാധിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഉദ്ഘാടന യോഗത്തിൽ കടവല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് രാജേന്ദ്രൻ അധ്യക്ഷനായി. മുൻ MLA ബാബു പാലുശ്ശേരി മുഖ്യ അതിഥിയായി പങ്കെടുത്തു. ജില്ലാ പഞ്ചായത്ത് അംഗം പത്മ വേണുഗോപാൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അഷ്റഫ് കടവല്ലൂർ, പഞ്ചായത്ത് സെക്രട്ടറി ഉല്ലാസ്, വാർഡ് മെമ്പർ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. രാഹുലിന് ഇത്തവണയും ലീവ് കിട്ടിയില്ലടോ. ബോസ് എന്തു പറഞ്ഞു? No, as usual. Big project, big client. Concentrate your work. അച്ഛന്റെ കൂടെ ഇരുന്ന് ഓണം ഇട്ടിട്ട് 2 വർഷം കഴിഞ്ഞു. അതൊക്കെയല്ല അവർക്കൊരു സന്തോഷം. അതെ, സന്തോഷം. ലാപ്ടോപ്പോ മറ്റു സൗകര്യങ്ങളോ ഇല്ലാത്തോണ്ട് കഴിഞ്ഞ കുറച്ചു ദിവസമായി ആതിരയുടെ ഓൺലൈൻ ക്ലാസ് മുടങ്ങിയിരിക്കായിരുന്നു. ഇനി ആതിര പഠിക്കട്ടെ, അല്ലേ? സന്തോഷം അത് പങ്കുവയ്ക്കാനും പ്രകടിപ്പിക്കാനും കൂടിയുള്ളതാണ്. വിശ്വാസ് കമ്പ്യൂട്ടേഴ്സ് മൾട്ടി ബ്രാൻഡ് ഷോപ്പ്, AB മോൾ, തൃശൂർ റോഡ്, കുന്നംകുളം. അവർ സർവീസ് സെന്റർ ഓപ്പോസിറ്റ് ഗുഡ് ഷെപ്പേർഡ് CMA സ്കൂൾ, വടക്കാഞ്ചേരി റോഡ്, കുന്നംകുളം. ജോലിയിൽ എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും ശരി, മൈൻഡ് റിലാക്സ് ആയിരിക്കുന്നതിന് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് റോജാപ്പാക്ക് മാത്രമാണ്. റോജാപ്പാക്കിന്റെ മണവും രുചിയും നമ്മൾ എവിടെയായിരുന്നാലും മാടി വിളിക്കുമെന്നേ. ചേട്ടാ, റോജാപ്പാക്ക് ശരിക്കും അടിപൊളി തന്നെ. എല്ലാവർക്കും ഇഷ്ടം റോജാപ്പാക്ക്. സൂപ്പറാണ് കേട്ടോ. Roja Manufacturing Office, NVKM and Sons, Dindigul. Zone Distributor, Roja Agencies, Kunnamkulam. Phone 9446 145776 9446 145778. വാർത്തകൾ തുടരുന്നു. ജന്മന വൈകല്യമുള്ള 14-കാരിയെ സഹായിക്കാൻ കുന്നംകുളം ചൈതന്യ സ്പെഷ്യൽ സ്കൂൾ ഫാമിലി വാട്സ്ആപ്പ് കൂട്ടായ്മയിലൂടെ ഒരു ദിവസം കൊണ്ട് സമാഹരിച്ചത് 75,000 രൂപ. പോർക്കുളം തിരുത്തിക്കാട് കരുമത്തിൽ സുരേഷ് ദമ്പതികളുടെ മകളായ അനാമികയാണ് ജന്മനാലുള്ള അസുഖങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടിയത്. അനാമികയുടെ ചികിത്സയ്ക്കായി വീട്ടുകാർ ഒട്ടേറെ പണം ചെലവഴിച്ചു. നിരന്തരമായി മരുന്ന് ഉപയോഗിച്ചത് കാരണം കരളിനെയും രോഗം ബാധിച്ചു. തുടർ ചികിത്സയ്ക്ക് വൻ തുക ആവശ്യമുള്ളതറിഞ്ഞ ചൈതന്യ സ്കൂൾ അധികൃതർ സഹായം
അഭ്യർത്ഥിക്കുകയായിരുന്നു. ഒരു ദിവസം കൊണ്ട് സമാഹരിച്ച തുക അനാമികയുടെ വീട്ടിലെത്തി പഞ്ചായത്ത് പ്രസിഡന്റ് കെ രാമകൃഷ്ണൻ കൈമാറി. വൈസ് പ്രസിഡന്റ് ജിഷ ശശി, കുന്നംകുളം നഗരസഭ മുൻ ചെയർമാൻ PG ജയപ്രകാശ്, ബാലസഹായ സമിതി പ്രസിഡന്റ് അജിത് ചീരൻ, ചൈതന്യ സ്കൂൾ പ്രധാന അധ്യാപിക NJVC അധ്യാപിക ഷാഖി കെ ശിവൻ, CR രഹന എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. അനാമികയ്ക്ക് കഴിഞ്ഞ ആഴ്ച ശാരീരിക അസ്വാസ്ഥ്യം, കാലിൽ നീര് വരികയും കുറച്ച് പ്രയാസങ്ങൾ ഉണ്ടാവുകയൊക്കെ ചെയ്തു. അമല ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്തു, മലങ്കര ഹോസ്പിറ്റലിൽ നിന്ന്. ഇപ്പോൾ സാമ്പത്തികമായിട്ട് പ്രയാസം നേരിടുന്ന ഒരു കുടുംബമാണ്. ഇപ്പോൾ കോവിഡ് കാലമായതുകൊണ്ട് ചൈതന്യയിലെ പിള്ളേരെല്ലാവരും വീട്ടിലിരിക്കുന്നതുകൊണ്ട് മാതാപിതാക്കൾക്ക് ജോലിക്ക് പോകാനോ അത് അവരുടെ വരുമാനത്തെ ബാധിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് അവർക്ക് സാമ്പത്തികമായി വളരെ പ്രയാസപ്പെടുകയാണ്. കാരണം അനാമികയുടെ അമ്മയുടെ അമ്മൂമ്മയാണ് ഇപ്പോൾ പണിക്ക് പോയിട്ട് വരുമാനം ഈ കുടുംബത്തിന് നിലനിർത്തുന്നത്. അനാമികയുടെ അമ്മയ്ക്ക് ഇപ്പോൾ ജോലിക്ക് പോകാൻ സാധിക്കുന്നില്ല. കാരണം അനാമികയുടെ ഒപ്പം 24 മണിക്കൂറും കൂടെ അമ്മയുടെ സാന്നിധ്യം ആവശ്യമാണ്. അങ്ങനെ പ്രയാസം നമ്മളെ അറിയിച്ചപ്പോൾ നമ്മുടെ വാട്സപ്പ് കൂട്ടായ്മ ചൈതന്യ സ്പെഷ്യൽ സ്കൂളിനെ സ്നേഹിക്കുന്ന സുമനസ്സുകളായ ലോകത്തിൻ്റെ പല ഭാഗത്തുള്ള കുന്നംകുളത്തുകാരും അല്ലാത്തവരുമായ കുറേ ആൾക്കാരുടെ ഒരു വാട്സപ്പ് കൂട്ടായ്മയുണ്ട്. അതിൽ അനാമികയുടെ പ്രയാസങ്ങൾ നമ്മൾ അവതരിപ്പിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു 2 ദിവസം കൊണ്ട് തന്നെ നമുക്കൊരു 75,000 രൂപ നമുക്ക് കളക്ട് ചെയ്യാൻ സാധിച്ചു. ആ പൈസ അനാമികയുടെ ചികിത്സാർത്ഥം നമ്മളിന്ന് അവരെ കോർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാമകൃഷ്ണന്റെ സാന്നിധ്യത്തിലും അവരുടെ വൈസ് പ്രസിഡന്റിന്റെ സാന്നിധ്യത്തിലും നമ്മൾ ഇന്ന് നൽകുകയുണ്ടായി. പ്രകൃതി സംരക്ഷണ സംഘം തൃശൂർ ജില്ലാ ഘടകത്തിന്റെ 10ാം വാർഷികവും പ്രവർത്തനോദ്ഘാടനവും നടന്നു. പ്രകൃതി സംരക്ഷണ സംഘം തൃശൂർ ജില്ലാ ഘടകത്തിന്റെ 10ാം വാർഷികവും ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികളുടെ പ്രവർത്തനോദ്ഘാടനവും നടത്തി. തിരുത്തിക്കാട് ഭാരതമാത LP സ്കൂളിൽ നടന്ന വാർഷികാഘോഷം കുന്നംകുളം നഗരസഭ വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ ഉദ്ഘാടനം ചെയ്തു. പ്രകൃതി സംരക്ഷണ സംഘം സംസ്ഥാന അഡ്മിനിസ്ട്രേറ്റർ അനീഷ് ഉലഹനാൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ജീവനം 2021 ലഘുലേഖ പ്രകാശനം ചെയ്തു. ചൊവ്വനൂർ ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ മുഹമ്മദ് ഷാഫിയാണ് പ്രകാശനം നിർവഹിച്ചത്. ജില്ലാ സെക്രട്ടറിയും സ്റ്റേറ്റ് കോർഡിനേറ്ററുമായ N ഷാജി തോമസ് സപ്ലിമെന്റ് പ്രകാശനം നടത്തി. ജില്ലാ കമ്മിറ്റി അംഗം PK അബൂബക്കർ പദ്ധതി വിശദീകരിച്ചു. മുൻ കുന്നംകുളം നഗരസഭാ ചെയർമാൻ PG ജയപ്രകാശ് മെമ്പർഷിപ്പ് വിതരണം നടത്തി. ജില്ലാ പ്രസിഡന്റ് മിഷ സെബാസ്റ്റ്യൻ, പ്രധാനാധ്യാപിക TG ജയമോൾ, ജില്ലാ വൈസ് പ്രസിഡന്റ് സച്ചി മാത്യു എന്നിവർ സംസാരിച്ചു. അതുപോലെ തന്നെ രോഗികളായവർക്കും നിർദ്ധമായ കുട്ടികൾക്കൊക്കെ പെൻഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ് വളരെ നല്ല കാര്യം തന്നെയാണ്. ഇപ്പൊ കുറച്ചു നാളുകളായിട്ട്, കുറച്ചു മുമ്പ് വരെ നമ്മൾ പ്രകൃതിനൊക്കെ അകന്ന് ജീവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പ്രകൃതി തന്നെ നമുക്ക് തന്നെ കുറെ ദുരന്തങ്ങളിൽ നിന്ന് നമ്മൾ തിരിച്ച് പ്രകൃതിയോട് അനുബന്ധിച്ച് ജീവിക്കാൻ നമ്മൾ വീണ്ടും ശീലിച്ചു തുടങ്ങിയിരിക്കുകയാണ്. നിങ്ങളുടെ ഈ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. തുടർന്ന് നല്ല രീതിയിൽ തന്നെ ഇതിലും നന്നായിട്ട്, ഇപ്പോഴും നല്ലത് തന്നെയാണ്, ഇതിലും നന്നായിട്ട് മുൻപോട്ട് പോകാൻ നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് തന്നെ വാക്കുകൾക്കും നന്ദി. പെട്രോൾ ഡീസൽ വില വർധനവിനെതിരെ ജില്ലാ ഓട്ടോറിക്ഷ മസ്ദൂർ സംഘം കുന്നംകുളം നഗരസഭയിലേക്ക് പ്രകടനവും ധർണയും നടത്തി. BMS ജില്ലാ ജോയിന്റ് സെക്രട്ടറി KK തിലകൻ ധർണ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ മേഖലാ പ്രസിഡന്റ് ധനീഷ് അധ്യക്ഷത വഹിച്ചു. പെട്രോളിയം ഉൽപ്പന്നങ്ങൾ GSTയിൽ ഉൾപ്പെടുത്തണമെന്നും 15 വർഷമായ ഓട്ടോറിക്ഷകൾ നീക്കം ചെയ്യുന്ന തീരുമാനത്തിനെതിരെ സംസ്ഥാന സർക്കാർ നിയമനിർമ്മാണം നടത്തണമെന്നും യൂണിയൻ ജില്ലാ പ്രസിഡന്റ് ബിജു കാവലക്കാട് ആവശ്യപ്പെട്ടു. BMS മേഖലാ പ്രസിഡന്റ് S പ്രേമരാജൻ, യൂണിയൻ മേഖലാ സെക്രട്ടറി പ്രമോദ് ചെറുവത്താനി, ഭാരവാഹികളായ MC ബാബു, മണി മങ്ങാട്, KR രാജേഷ് എന്നിവർ സംസാരിച്ചു. അടയ്ക്ക പഴയത് 7,100 രൂപ മുതൽ 7,700 രൂപ വരെ, പുതിയത് 6,900 രൂപ മുതൽ 7,500 രൂപ വരെ, രണ്ടാം തരം 5,000 രൂപ മുതൽ 6,350 രൂപ വരെ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആധുനിക രീതിയിൽ നിർമ്മിക്കുന്ന കാട്ടകമ്പൽ ഗ്രാമപഞ്ചായത്തിലെ സ്രായിൽ റോഡിന്റെ നിർമ്മാണോദ്ഘാടനം മന്ത്രി AC മൊയ്തീൻ നിർവഹിച്ചു. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പഴഞ്ഞി വില്ലേജ് കൺവെൻഷൻ നടത്തി. പാറയമ്പാടം മരത്തങ്കോട് റോഡിന്റെ നിർമ്മാണോദ്ഘാടനം നടന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി CPMന്റെ നേതൃത്വത്തിൽ കാട്ടകാമ്പാലിൽ ശില്പശാല. കടവല്ലൂർ പഞ്ചായത്തിലെ കോടത്തുംകുണ്ട് ഒറ്റപ്പിലാവ് റോഡിന്റെ നിർമ്മാണോദ്ഘാടനം നടന്നു. ജന്മന വൈകല്യമുള്ള 14-കാരിയെ സഹായിക്കാൻ കുന്നംകുളം ചൈതന്യ സ്പെഷ്യൽ സ്കൂൾ ഫാമിലി വാട്സപ്പ് കൂട്ടായ്മയിലൂടെ ഒരു ദിവസം കൊണ്ട് സമാഹരിച്ചത് 75,000 രൂപ. പ്രകൃതി സംരക്ഷണ സംഘം തൃശൂർ ജില്ലാ ഘടകത്തിന്റെ 10ാം വാർഷികവും പ്രവർത്തനോദ്ഘാടനവും നടന്നു.
പെട്രോൾ ഡീസൽ വില വർധനവിനെതിരെ ജില്ലാ ഓട്ടോറിക്ഷ മസ്ദൂർ സംഘം കുന്നംകുളം നഗരസഭയിലേക്ക് പ്രകടനവും ധർണയും നടത്തി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി.